ലെവിക്കുട്ടിന് എങ്ങനെയാണ് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിയത്? 13th മന്തിൽ 13th കൺട്രിയിലാണ് ലെവിക്കുട്ടൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പാക്കേജ് മാറ്റാറ്. ലെവിക്കുട്ടൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് പെട്ടെന്നാണ് നമ്മുടെ നഖം വളരുന്നത്. അത് കാരണം ലെവിക്കുട്ടൻ എന്റെ കൂടെ അങ്ങനെ ബസ്സിലും കയറിയോ ലെവിക്കുട്ടൻ? ഓണ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്വാഗതം ലെവിക്കുട്ട. ഇന്ന് ലെവിക്കുട്ട ഫസ്റ്റ് ലണ്ടൻ ട്രെയിൻ കയറാൻ പോവാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും ട്രെയിൻ കയറിയിട്ടുണ്ട്, നാട്ടിലായാലും പലയിടത്തും പോകുമ്പോൾ. പക്ഷേ UK അത് ലണ്ടനിൽ ആദ്യമായിട്ടാണ്. സോ ട്രെയിൻ വന്നു. ഇത് നമ്മുടെ ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഒരു വയസ്സായി ലെവിക്കുട്ടിന്, പക്ഷേ ഇതുവരെ ലണ്ടനിലെ ട്രെയിനിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. നാട്ടിലൊക്കെ പോയപ്പോൾ നമ്മൾ ട്രെയിനിലും ബസ്സിലും കാറിലും ജീപ്പിലും ഓട്ടോറിക്ഷയിലും സൈക്കിളും ബൈക്കിൽ വരെ ഇരുന്നു. പക്ഷേ ലണ്ടനിലെ ട്രെയിനിൽ കയറാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. നമുക്ക് ഇതുവരെ അതിനുള്ളൊരു അവസരം കിട്ടിയില്ല. എപ്പോഴും കാർ ഉപയോഗിക്കുന്നത് കാരണമായിരിക്കാം. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ VFSലേക്ക് പോവുകയാണ് വിസ അപ്ലൈ ചെയ്യാൻ. രാവിലെ തന്നെ ഇറങ്ങി. നമ്മൾ കാറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് എത്തത്തൂല കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നാണ് വിസ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ ട്രെയിനിൽ മാത്രമല്ല ഗൈസ്, ബസ്സിലും കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ലണ്ടനിൽ വന്നത് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലെവിക്കുട്ടിന് അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല. ഒരു സ്ഥലത്തും വിസ വേണ്ട. സോറി, ഇന്ത്യൻ വിസ വേണം. പക്ഷേ അതപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് എടുത്താൽ മതി. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എല്ലാ സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിലും വിസ വേണം. ഒള്ളി ഈ പറഞ്ഞ പോലെ വിസ ഫ്രീ കൺട്രി അല്ല നമ്മൾ കവർ ചെയ്തതിന് ശേഷം ഇനി വിസയുള്ള സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇത്രയും നാൾ അപ്ലൈ ചെയ്യാതിരുന്നത് പല സ്ഥലങ്ങളിൽ നമ്മൾ ട്രാവലിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് റിന്യൂവൽ, പിന്നെ പറഞ്ഞതുപോലെ മമ്മിയും ഡാഡിയും വരുന്നതിൻ്റെ ഒരു തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്ന് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ലെവിക്കുട്ടിന് എങ്ങനെയാണ് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിയത്? സോ ലെവിക്കുട്ടിൻ്റെ അപ്പ അല്ലെങ്കിൽ അമ്മ PR ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാളായാൽ മതി കേട്ടോ. 2 പേരാണെങ്കിലും ഒരു തെറ്റുമില്ല. ഒരാൾ PR ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ നേരത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. അവന് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടും. വിത്തിൻ 10 ഡേയ്സും കൊണ്ട് ലെവിയുടെ 10 ഡേയ്സ് പോലും എടുത്തില്ല, കിട്ടി. 2nd മന്തിലാണെന്ന് തോന്നുന്നു അവന് കിട്ടിയത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ വിസയൊക്കെ അപ്ലൈ ചെയ്ത് ബസ്സിൽ കയറി നേരെ സ്റ്റേഷൻ്റെ ആ സൈഡിലേക്ക് പോവാണ്. അച്ഛൻ്റെ ഓഫീസ് ലണ്ടൻ ബ്രിഡ്ജാണ്. അച്ഛൻ്റെ ഓഫീസിൻ്റെ സൈഡിൽ തന്നെ സ്ട്രീറ്റ് ഫുഡ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. എനിക്കിഷ്ടമാണ് അത് ട്രൈ ചെയ്യാൻ. ലെവിക്കുട്ടിനും അങ്ങനെ ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അവൻ്റെ ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ഓട്സ് കൊടുത്തു, റൈസും ഓൾറെഡി എടുത്തു, കിച്ചടി എടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇനി അവൻ ആ ഫുഡ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കിച്ചടി കൊടുക്കാമല്ലോ. അപ്പോൾ അച്ചു ഞങ്ങളെ ഇവിടെ ലണ്ടൻ ബ്രിഡ്ജിൽ ഉപേക്ഷിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോവാണ്. ഇന്നൊരു ഇവന്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ വീട്ടിലേക്കും. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ലണ്ടൻ ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ ഒരു ചട്ടമ്പി വഴക്കിട്ട് പേളം കൂട്ടുക. ഫുഡിന്റെ പ്ലാൻ ചെറുതായിട്ട് ക്യാൻസൽ ചെയ്തു ഗൈസ്. നല്ല അടിപൊളി ഫിഷ് കറിയും ചോറും മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സെർബിയയിൽ നിന്ന് വന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ തന്നെ മമ്മിയും ഡാഡിയും ലെസ്റ്ററിലേക്ക് പോയി ഇന്നലെ രാവിലെ. അപ്പോൾ നല്ല അടിപൊളി മീൻകറിയും ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവും, അച്ഛനും ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ലെവിക്കുട്ടിന് ഉറക്കം വരുന്നുണ്ട്. അവനുള്ള ഫുഡ് ഞാൻ ട്രെയിനിൽ നിന്ന് കൊടുക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ ഇപ്പം സമയം 11 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തെ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അത് വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ലെവിക്കുട്ടൻ ട്രാവൽ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ എല്ലാ വ്ളോഗിലും ലെവിക്കുട്ടിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇടാൻ നേരത്തെ എപ്പോഴും ചോദിക്കും, ലെവിയുടെ ഫുഡ് റൂട്ടീൻ്റെ വ്ളോഗ് കാണിക്കാമോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ എന്ന്. പണ്ടൊക്കെയുള്ള വ്ളോഗിൽ ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് കൂടുതലായിട്ട് ഇടാത്തതും കൂടുതലായിട്ട് പറയാത്തതും. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് അത് അറിയില്ലല്ലോ. അങ്ങനെ ലെവിക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്തു. ലെവിക്കുട്ടിനായിട്ട് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനിൽ കയറിയ വിവരം എല്ലാവരും ഒന്ന് വിളിച്ചറിയിക്കണമല്ലോ. ലെവിയുടെ 2 അമ്മച്ചിമാരെ ഞാൻ വീഡിയോ കോൾ ചെയ്തു. നിലമ്പൂരിലുള്ള അമ്മച്ചിയും വന്നു, ലെസ്റ്ററിൽ നിന്നും മമ്മിയും വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആൻസ് അപ്പാരലിൽ നിന്ന് എനിക്ക് 2 കോസ്റ്റ്യൂം വന്നിട്ടുണ്ടായിരുന്നു. സോ അയർലൻഡിൽ പോകാനുള്ള ട്രയലിൻ്റെ ഡ്രസ്സായിരുന്നു അത്. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ വെച്ചു. നെക്സ്റ്റ് ഡേ വൈകിട്ടായപ്പോഴത്തേക്ക് മമ്മിയും ഡാഡിയും പിള്ളേരും എല്ലാവരും കൂടെ എത്തി കേട്ടോ. അച്ഛ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നു. അവർക്ക് സ്കൂൾ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ വിസയുടെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ ഇത്രയും ദിവസം. പാക്കിംഗ് ഒന്നും തന്നെ എടുക്കാതിരുന്നതും ചെയ്യാതിരുന്നതും.
നമ്മൾ പോകാനിരിക്കുന്ന അയർലൻഡിലേക്കാണ്. സോ നാളെയാണ് നമ്മുടെ ടിക്കറ്റ്. ഇന്നാണ് എല്ലാം സെറ്റായി കിട്ടിയത്. അയർലൻഡിലേക്ക് ഇത്രയധികം ചടങ്ങാണ് വിസയുടെ കാര്യം എന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. നമ്മളിപ്പം വിസ അപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 month കഴിയാറായി. ഓക്കെ, നമ്മൾ ആ സമയത്ത് എനിക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഹെയർ കട്ട് ചെയ്തു, കളർ ചെയ്തു, അതെല്ലാം ഞാൻ ഒരു വ്ളോഗായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പേ നമ്മുടെ ഈ വ്ളോഗ് എനിക്ക് തീർക്കണം. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ഞാൻ ലവിക്കുട്ടിന് ഒച്ചയാണ് കേട്ടോ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നത്. സോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. സോ നമ്മുടെ കൂടെ മമ്മിയും ഡാഡിയും ഉണ്ട്. മമ്മിക്കും ഡാഡിക്കും ലവിക്കുട്ടിനും വിസ വേണ്ട. ലവിക്കുട്ടൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ള ആളായതുകൊണ്ടും പിന്നെ മമ്മിയും ഡാഡിയും UK വിസിറ്റിങ്ങിനാണ് വന്നിരിക്കുന്നത്. സോ ആ വിസ മതി അവർക്ക് അയർലൻഡിലേക്ക് എത്താൻ. പക്ഷെ എനിക്ക് വെച്ചുവിനും PR ഉണ്ടെങ്കിലും നമ്മൾക്ക് വിസ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമ്മുടെ ലഗേജിനകത്ത് അവർ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിനകത്ത് എല്ലാത്തിനും നമുക്ക് ഹാൻഡ് ലഗേജ് അല്ല എടുക്കേണ്ടത്, ഹാൻഡ് ബാഗ്. ഇങ്ങനെ ഇപ്പൊ ഇതിപ്പോൾ ലാപ്ടോപ്പ് ബാഗ്, സോറി ഇതിപ്പോൾ ലാപ്ടോപ്പ് ബാഗാണ്. അച്ചു ഇതെടുക്കാനുള്ള പരിപാടിയാണ്. ഇത് ലവിക്കുട്ടന്റെ ബാഗാണ്. സോ ഇത് നമുക്ക് കയ്യിൽ ക്യാരി ചെയ്തുകൊണ്ട് പോവാം. എനിക്കും ഒരു ഷോൾഡർ ബാഗ് ഉണ്ട്, അത് ഞാൻ എടുക്കും. മമ്മിക്കും ഉണ്ട്, ഡാഡിക്കും ഉണ്ട് അതുപോലെ തന്നെ. പക്ഷെ നമ്മൾ എക്സ്ട്രാ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അത് ഇനഫ് ആവത്തില്ല. നമ്മൾ 4 ദിവസത്തേക്കാണ് പോകുന്നത്, പ്രോഗ്രാം ഉണ്ട്. നമ്മൾ പോകുന്നത് ടൈലസ് മിസ് കേരള അയർലൻഡ് 2024 എന്നുള്ള ബ്യൂട്ടി പേജൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിലെ ഒരു ജഡ്ജാണ്. അന്നാബിനും അതുപോലെ തന്നെ രാജീവ് പിള്ളയാണ് ഒരു ജഡ്ജസ്. അപ്പോൾ അവരെല്ലാം മീറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ 30 സുന്ദരിമാരെ കാണാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ പാക്കിങ്ങിന്റെ കാര്യം കാണിക്കുന്നത് പറയുകയും ചെയ്തു, അതൊക്കെ വിട്ടുപോയല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പാക്കിംഗ് സെഷനിലേക്ക് ഒന്ന് കയറാമെന്ന് കരുതി. ചെറുപ്പത്തിലുണ്ടായിരുന്ന സംഭവങ്ങളൊന്നും തന്നെയല്ല കേട്ടോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പലതും മാറി. ആ സമയത്ത് നമുക്ക് പാല് മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലത്തെ ഉള്ള ഈ ടോയ് ബോക്സ്, സോറി ഇതിനകത്ത് കുറച്ച് ടോയ്സ് ഉണ്ടാവും. ടോയ് ബോക്സിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് അവന് വേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പൊ ഞാൻ ചെയ്തൊരു പരിപാടിയാണ്, എയർപോർട്ടിൽ അവനെ മാക്സിമം ബിസി ആക്കാൻ നോക്കും. അതായത് അവനെ നടത്തിപ്പിക്കും, ക്രോൾ ചെയ്യിപ്പിക്കും. ഒരുപാട് ആളുകൾ എനിക്ക് അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വൃത്തിയുള്ള ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന്. നല്ല വൃത്തിയുള്ള ഒരാളാണെന്ന് എന്നെ അറിയുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാം കേട്ടോ. ഇവൻ എൻ്റെ മമ്മി കിച്ചണിൽ കയറാൻ തുടങ്ങിയപ്പോൾ അച്ഛനോട് എൻ്റെ മമ്മി ആദ്യം പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ഞാൻ കംപ്ലൈൻറ്റ് പറയും, അവിടെ ഇതായില്ല ഇവിടെ ഇതായില്ല, എനിക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഉറങ്ങത്തുള്ളൂ. പക്ഷേ ഒരു കുഞ്ഞ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് നമുക്കിടയിൽ വന്നത്. അവർ വാശി പിടിക്കുമ്പോൾ അവർ കരയാൻ നേരത്ത് അവരെ ഇറക്കി വിടേണ്ട സ്ഥലത്ത് ഇറക്കി വിട്ടേ പറ്റുള്ളൂ. അതിനാണ് ബേബി ചേഞ്ചിങ് റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റ്സും ഒക്കെ എയർപോർട്ടിലാണെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത് അവർ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവനെ നീറ്റ് ആക്കിയതിന് ശേഷമേ ഞാൻ അവനെ ഫ്ലൈറ്റ് കയറ്റാറുള്ളൂ. അപ്പോൾ നല്ല സുഖം ഉറക്കം. ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ആ വീഡിയോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഒന്നും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. വെയിറ്റ്. സോ ഇത് ഡയപ്പർ ബാഗാണ്, ഇത് വൈപ്സ് ആണ്. വൈപ്സ് ലവിക്കുട്ടിന് അങ്ങനെ പറ്റില്ല, എപ്പോഴും വാഷ് ചെയ്യുന്നത് കാരണം വൈപ്സിന്റെ ഉപയോഗം വളരെ കുറവാണ് ലവിക്ക്. പിന്നെ ഇത് ലവിയുടെ ഫോർമുലയുടെ പൗഡർ. പിന്നെ ഇത് ഇൻ കേസ് നമുക്ക് ഒരു ഫുഡും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വെജി പാസ്തയുടെ ആണ്. ഇത് 7 months+ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അർജന്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് അവന് വിശക്കുന്നുണ്ട്, ഒരു ഫുഡും ലഭിച്ചില്ലെങ്കിൽ ഞാൻ ഇത് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിശന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് കരയാനേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ കലക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഒരു കിറ്റ് ഞാൻ കുറേ നാളുകളായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പൊ എയർപോർട്ടിൽ എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്നത് കാരണം ഇത് ലവിയുടെ 13th കൺട്രിയാണ്. 13th month 13th കൺട്രിയിലാണ് ലവിക്കുട്ടൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പാക്കേജ് മാറ്റാറേ ഇല്ല. സോ ഇതിനകത്ത് ലവിക്കുട്ടിന് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളുമാണ്. ഇത് ലിവോളിൻ എന്ന് പറഞ്ഞാൽ ചുമയുടെ മരുന്നാണ്. ചില സമയത്ത് ചുമയുണ്ടാവും. നാട്ടിൽ നിന്ന് നമുക്കറിയുന്ന ഒരു ഡോക്ടർ പറഞ്ഞു തന്നാണ്. ഇവിടെ മരുന്നൊക്കെ മേടിക്കുക, NHSന്റെ അപ്പോയിൻമെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതങ്ങ് സ്ഥിരമായിട്ട് കൊടുക്കുമല്ലേ. ഞാനൊരു ബോട്ടിൽ മേടിച്ചെങ്കിലും സ്റ്റിൽ കണ്ടോ അത്യാവശ്യമുള്ള സിറ്റുവേഷനിൽ മാത്രം. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്, ഇതും നാട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തന്നാണ്. പിന്നെ വിക്സ്, പിന്നെ കാൽപോള്, പിന്നെ ഈ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക്കിന്റെ ഇൻഫാകോൾ, ഇതൊക്കെ പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞാൻ സ്റ്റിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വൈറ്റമിൻ ഡിയുടെ. പിന്നെ ക്രീമും കാര്യങ്ങളൊക്കെ 100 ml മേലെ കൊണ്ടുപോകാതിരിക്കുക, അതെന്തായാലും അവർ കളയും. പിന്നെ രാസനാദിപ്പൊടി ലവിയുടെ തല നനച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇടുന്നൊരു കാര്യമാണ്. ഇത് ഇട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. പണ്ട് തൊട്ടേ ശീലിച്ചത് ഞാനും അങ്ങ് ശീലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലവിക്ക് അങ്ങനെ പനിയോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ,
സോ അത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ എന്താ സ്പൂൺ, അത്യാവശ്യം വേണ്ടിയുള്ള സ്പൂൺ. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ പണ്ട് തൊട്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ബോറോളി. സോ അത് ഞാനും എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ വേഗം പറ്റി കൊടുക്കും. ഇപ്പം നമ്മുടെ ചുണ്ട് പൊട്ടുവാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. പിന്നെ ഒരു ചെറിയ നെയിൽ കട്ടറും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇത് ആവശ്യമാണ്. പെട്ടെന്നാണ് ഇവരുടെ നഖം വളരുന്നത്, അത് കാരണം നെയിൽ കട്ടർ എൻ്റെ കൂടെ ഇപ്പം എപ്പോഴും ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ബേക്കി കിട്ടിയുള്ളത്. പിന്നെ അവൻ്റെ ഡിബ്, ഇത് പണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ദേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ഒരു ഒറ്റ വലിയാണ്, അതൊന്നും ഉപയോഗിക്കാറേ ഇല്ല ആള്. പിന്നെ എക്സ്ട്രാ 2 ഡ്രസ്സ്, നല്ലൊരു ഡ്രസ്സും വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലിടാൻ പരുവത്തിന് അവന് ഫ്രീ ആയിട്ട് ഇരുത്താൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തൊന്നും കുടിക്കാറില്ല കേട്ടോ, അവനിപ്പോൾ ബോട്ടിൽ മതി. നമ്മൾ എന്താണോ കുടിക്കുന്നത് കഴിക്കുന്നത്, നമ്മൾ എന്തിനകത്താണോ കഴിക്കുന്നത് അത് മാത്രം ലഭിക്കും മതി. എക്സ്ട്രാ ഒരു ഷൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറുപ്പം തൊട്ടിട്ട് ഇവൻ്റെ ബാഗിൽ ഇരുന്നൊരു സംഭവമാണ് കേട്ടോ. ഓക്കെ, അതായത് ഇതിനകത്ത് സോക്സ് ഉണ്ട്. എക്സ്ട്രാ 2 സോക്സും 3 സോക്സ് ഉണ്ട്. ഒരുപാട് ബിബ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കണ്ടോ, 1 2 3 ഡിഫറെന്റ് ആയിട്ടുള്ള ബിബ് ഇതിനകത്തുണ്ട്. ചെറിയൊരു ക്യാപ്പ് ഉണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ പാസിഫർ ഉപയോഗിക്കും. അപ്പോൾ ഇതിനെ ലോക്ക് ചെയ്തിടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അവൻ പെട്ടെന്ന് ഉറങ്ങിക്കോളും. അത് പാസിഫർ ശീലിപ്പിച്ചത് അച്ചു ആണ്. അതിപ്പോൾ അച്ചു റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അച്ചുവിൻ്റെ കയ്യിൽ ഉറക്കാൻ കൊടുക്കുമ്പോൾ അച്ചു ചെയ്തൊരു പരിപാടിയായിരുന്നു. പക്ഷെ അവൻ അത്രയും പാസിഫർ അഡിക്റ്റ് ഒന്നും അല്ല. ഇടയ്ക്ക് ചിലപ്പം ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഒരു സൂത്നിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അവൻ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ഭയങ്കരമായിട്ടുള്ള അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. പിന്നെ ഇത് ലെവിക്ക് വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള സ്പൂണും ഫോക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെവി എന്ന് എഴുതിയിട്ടുണ്ട്, ബ്ലൂ കളർ. ഈ സ്പൂൺ ഫോക്ക് ഞാൻ മിക്കതും ഉപയോഗിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പാസ്ത കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണും ഫോക്കും ഒക്കെയാണ് അവർക്ക് വേണ്ടത്. അത് കാരണം ഇതുകൊണ്ട് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്കിഷ്ടമാണിത്, നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ ഞാൻ 1 2 ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലെവിയുടെ ബിസ്ക്കറ്റ്സ്, അതുപോലെ തന്നെ ലെവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പാസിഫയർ വെക്കാനുള്ള ബോക്സ് ആണ്. സോ ഒരു പാസിഫയർ എപ്പോഴും ഞാൻ ഇതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അർജന്റ് സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ. ഇതിനകത്തും ഞാൻ കുറച്ച് ചീസ് പൈസും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സും വെച്ചിട്ടുണ്ട്. അത് ഓരോ പാക്കറ്റുകളും ഇന്നോരോ ബാഗിലാണ് ഞാൻ അവൻ്റെ ചൂട് വെള്ളവും ബോട്ടിൽസും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയ ബോട്ടിലാണ്, ഇതും സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏത് ബോട്ടിലാണ് ലെവിക്കൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടോമി ടിപ്പിയുടെ ബോട്ടിലാണ്, ടോമി ടിപ്പി, എനിക്ക് എപ്പോഴും തെറ്റും. ടോമി ടിപ്പിയുടെ ബോട്ടിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് അവൻ ജനിച്ചപ്പോൾ തൊട്ടിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളമൊക്കെ കൊടുക്കുന്ന സമയം തൊട്ടിട്ട് ഞാൻ അങ്ങനെ ചെറിയ ചൂടുവെള്ളം കൊടുക്കുന്ന സമയം തൊട്ടിട്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഞാൻ മേടിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു 2-3 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യും ബോട്ടിൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ അർജൻറ്റ് സിറ്റുവേഷൻ അവന് ബൗൾ വേണമെന്നുണ്ടെങ്കിൽ ആ ബൗളും ഉണ്ട്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. കാണിക്കാൻ വിട്ടുപോയി. ടെമ്പറേച്ചർ, അതായത് പനി എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ട് കൂടെ പോകുമ്പോൾ പറയാലോ. ദൈവത്തിൻ്റെ കൃപ, ഇതുവരെ അവനൊരു പനിയോ ബുദ്ധിമുട്ടുകളോ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് കൂടെ കൊണ്ട് നടക്കുകയാണ്. പിന്നെ നമുക്ക് മാറ്റ്. സോ ഇപ്പം എല്ലാ ചേഞ്ചിങ് റൂമിൽ എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ചില സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കണം, ഫ്ലൈറ്റിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മാറ്റും കാര്യങ്ങളും. പിന്നെ എക്സ്ട്രാ ഞാൻ പറഞ്ഞതുപോലെ ഡ്രസ്സ്, ഞാനൊരു ട്രൗസർ സെറ്റും വെക്കും, ഒരു പാൻറ് സെറ്റ് ഫുള്ളും നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഒരു സെറ്റും വെക്കും കേട്ടോ, സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും ഞാനിവിടെ വെക്കാറുണ്ട്. പിന്നെ ലെവിയുടെ ഗോഗിൾസ്, പിന്നെ അച്ചുവിൻ്റെ എൻ്റെയും ഗ്ലാസ്, അങ്ങനെ കുറേ പേഴ്സണൽ ഐറ്റംസ്. പിന്നെ ഈ സൈഡിലും സോക്സ് ഉണ്ട്. ഈ സൈഡിൽ ഞാൻ പിന്നെ സ്പൂണും ഫോക്കും വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. പിന്നെ ഈ 2 സൈഡിലും ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ കവർ വെച്ചിട്ടുണ്ട്. അവൻ്റെ ഡ്രസ്സ് അവൻ വോമിറ്റ് ചെയ്യുകയാണെങ്കിലോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഈ കവറിലേക്ക് എടുത്ത് വെക്കാലോ. ഈ സൈഡിൽ അവൻ്റെ നാപ്പി ബാഗ്സ് ആണ് വെച്ചിരിക്കുന്നത്. നാപ്പി ബാഗ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ട്, അത് അത്ര ആവശ്യമില്ലല്ലോ. നമ്മൾ
3-4 ദിവസത്തേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്നല്ലേ. അപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഡയപ്പേഴ്സ് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ബാഗ് ഞാൻ കാണിക്കാൻ പോകുന്നത് അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഫുഡൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, പോകാൻ നേരത്തെ എടുത്ത് വെക്കാമല്ലോ എന്ന് കരുതി. പലപ്പോഴും നിങ്ങൾ കണ്ടു കാണും ഞാൻ ലെവിക്ക് ഇഡ്ഡലി കൊടുക്കുന്നതും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊടുക്കുന്നതും ഒക്കെ ട്രാവലിങ്ങിൽ. അത് ഈ ഒരു എനിക്കൊന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ അതും കൂടെ ചേർത്ത് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾ സെറ്റ്. ഇതാണ് ലെവിയുടെ കുട്ടി ബാഗിൽ നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ എനിക്ക് കഴിക്കാനുള്ള സ്നാക്സ് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബൈബിളുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരെയും ഗോഗിൾസ്. ഇതിനകത്ത് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ബിസ്ക്കറ്റും ക്രാക്കേഴ്സും വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. ഇതിനകത്തും ഞാനൊരു കവർ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലാപ്ടോപ്പ് ബാഗായിട്ട് അച്ഛൻ എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ എപ്പോഴും നിങ്ങൾ ചൂടുവെള്ളം കുഞ്ഞുങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിലും നോർമൽ, അതായത് ലൂക്ക്വാം വാട്ടർ അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു ബോട്ടിൽ വാട്ടർ എടുത്ത് വെക്കണം. ഇത് പൊട്ടുന്ന കുപ്പിയാണ്. സോ ഇത് ഞാൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇച്ചിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ ചൂടുവെള്ളം അണക്കിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ഫ്ലൈറ്റിലുള്ള പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്ത് പ്രൊവൈഡ് ചെയ്യുന്ന വെള്ളം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് പൗഡർ, അതായത് ഫോമുല പൗഡർ കൊടുക്കാൻ നേരത്തെ മിക്സ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ബോട്ടിൽ എടുക്കും. പിന്നെ ഫ്ലൈറ്റിന് അവിടെ ചെല്ലാൻ നേരത്ത് അവർ പറയും ഇത് കാലിയാക്കണം. അപ്പോൾ 100 ml താഴെയുള്ള ഇങ്ങനത്തെ കുട്ടി ബോട്ടിൽ കരുതി വെക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കും. അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിനാണ് ഒരു കാലി ബോട്ടിലും ഇതും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള വെള്ളം ഞാൻ കുടിക്കുകയും ചെയ്യും, ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇനി ലെവിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഫ്ലാസ്കും കൂടെ ഞാൻ കാണിക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കാണിച്ചു തരാമേ. ഇതാണ് ലെവിയുടെ ഫ്ലാസ്ക്. ലെവി ജനിച്ചു കഴിഞ്ഞ ഒരു 1 month കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഫ്ലാസ്കും കൊണ്ടാണ് പിന്നെയുള്ള എൻ്റെ നടത്തം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവിയുടെ പാലിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ ചൂടാക്കാൻ വേണ്ടി നമുക്കിത് ഫ്ലാസ്കിലെ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ബോട്ടിൽ നമുക്കിത് ഇങ്ങനെ ഇറക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടോട് കൂടി കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ ഈ ഫ്ലാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിനകത്ത് കൊണ്ടുപോകുന്ന വെള്ളം അവർ ഡബിൾ ചെക്ക് ചെയ്യുമെങ്കിലും പക്ഷെ നമുക്ക് റിട്ടേൺ തരും, വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ വെള്ളം എത്ര വേണമെങ്കിലും എടുക്കാം, പാലും എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇതും ഈ പറഞ്ഞതുപോലെ ടോമി ടിപ്പിയുടെ വേറൊരു ബോട്ടിലാണ്. ഓരോരോ ഡിസൈൻസ് ഉള്ള ഡിഫറെൻറ്റ് ബോട്ടിൽസ് ആണ് ലെവിക്കുള്ളത്, പല കളറിൽ. അപ്പോൾ ഈ ഫ്ലാസ്ക് ഞാൻ കാണിച്ചു തന്ന ടോമി ടിപ്പിയുടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാമേ. അപ്പോൾ ഫ്ലാസ്ക് കണ്ടല്ലോ, ഇനി കാണിക്കാനുള്ളത് ഇതിനകത്താണ് ലെവിക്ക് ദോശ, അപ്പം, ഇഡ്ഡലി. ഇത് അത്യാവശ്യം ചൂട് നിൽക്കും, ഒരു 6 to 8 hours. ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജോബി അച്ഛനുണ്ട്, നിലമ്പൂരിലാണ് അച്ഛൻ്റെ വീട്. അപ്പം അച്ഛൻ ഇവിടെ ഒരു 3 കൊല്ലം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വൈഫ് നീന കൊച്ചമ്മ പറഞ്ഞു തന്നതാണ്. സോ ഇത് ആക്ച്വലി ഇച്ചുമണിക്ക് വേണ്ടിയിട്ടും ഷീമോനും അപ്പൂനും ഒക്കെ മേടിച്ച ലഞ്ച് ബോക്സിൻ്റെ ബോക്സാണ് കേട്ടോ. ഒക്കെ എനിക്ക് തന്നു, കാരണം പിള്ളേർ സ്കൂളിൽ പോയപ്പോൾ വലുതായി. അപ്പോൾ അത് ഉപയോഗിക്കാത്തത് കാരണം ഞാൻ എടുത്തു. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഈ ചൂട് കറക്റ്റുമാണ്, തണുക്കത്തും ഇല്ല. അപ്പം ഇഡ്ഡലി ആണെങ്കിലോ അപ്പം ആണെങ്കിലോ അവന് വായി വെച്ച് കൊടുക്കാൻ ഇപ്പം ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇത് ആമസോണിലാണ്, ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ഞാൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഈ ഒരു കഴിഞ്ഞ 3-4 ദിവസം ഭയങ്കര ബിസി എന്ന് വെച്ചാൽ സൂപ്പർ ഡൂപ്പർ ബിസി ആയിരുന്നു. നമുക്കിവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരെ നമ്മൾ കാണാൻ പോയി, അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ പിന്നെ കാര്യം പറയാം. ഡാഡിയും മമ്മിയും പിള്ളേരും വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ സ്വപ്നയും റയൻ ബേബി എത്തി കേട്ടോ. സോ സ്വപ്നയും റയൻ ബേബി ഒരു 10 ദിവസം UK അടിച്ചു വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇതെൻ്റെ സിസ്റ്റർ-ഇൻ-ലോയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് അവർ മുംബൈയിലേക്ക് പോയി, മുംബൈയിൽ നിന്ന് ഇതേ 10 ദിവസം അടിച്ചു വിളിക്കാൻ വന്നതാണ്. അവരിവിടെ സെറ്റിൽഡ് ആയിരുന്നു. അപ്പോൾ റയൻ ബേബിയെ ഒന്ന് കറക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഡേ വന്നിരിക്കുന്നത് റെജിയങ്ങളെ എന്താൻ്റെയും കാണാൻ വേണ്ടിയിട്ടാണ്, ജോയിലിച്ചിയുടെ വീട്ടിലേക്ക്. റെജിയങ്ങൾ എന്ന് പറയുന്നത് അച്ഛൻ്റെ മമ്മിയുടെ ബ്രദറാണ്. അവരാദ്യമായിട്ടാണ് ലെവിക്കുട്ടിനെ കാണുന്നത്. ആദ്യം ജോയിലിച്ചിയുടെ കയ്യിൽ തന്നെ നിന്ന് റെജിയങ്ങളുടെ അടുത്ത് പോയില്ല. കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെജിയങ്ങളുടെ അടുത്തൊന്നും പിന്നെ മാറിയില്ല. വന്നപ്പോൾ തന്നെ ഫുഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജോയിലിച്ചി. സോ റെജിയങ്ങളുടെ അനിതാൻ്റെ വക ഒരു കുട്ടി ഗിഫ്റ്റൊക്കെ ലെവിക്കുട്ടിന് കിട്ടി. ലെവിക്കുട്ടിൻ്റെ അമ്മച്ചിയെ പോലെയും അപ്പായെ പോലെയും കുറച്ച് ഗോൾഡിനൊക്കെ ഇഷ്ടമാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ വള മാറ്റിയപ്പോൾ അവന് ഭയങ്കര വിഷമമായി.
പിന്നെ ഇതിട്ട് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ആർക്കും കൊടുക്കാതെ എടുത്ത് കൈ മാറ്റി വെക്കുമായിരുന്നു. അനിതൻ്റെ വക ഞങ്ങൾക്കുള്ള ലാമ്പും പിന്നെ കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുവൈറ്റിൽ നിന്ന്. സോ അത് കൂടാതെ മായജിയുടെ വക ലോലാസ് എന്നുള്ള കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കോസ്കോയിലേക്ക് വിട്ടു. കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ആദ്യം റെജിയങ്ങളായിട്ട് കമ്പനി കൂടാത്ത ആളിതേ ഇപ്പോൾ ഫുൾ ടൈം റെജിയങ്ങളായിട്ട് തന്നെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തത്. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഈ സാധനം മേടിക്കുന്നതിനിടയ്ക്കും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ടൈം പോയത് അറിഞ്ഞില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ദേ നമ്മുടെ സനിക്കുണ്ണൻ ട്വിങ്കിൾജി എത്തിയിട്ടുണ്ട്. അവർ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. മമ്മിയുടെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് സനിക്കുണ്ണൻ ട്വിങ്കിൾജി നല്ല ഉറക്കമൊക്കെ ഇറങ്ങി. ട്വിങ്കിൾ നൈറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഇത് നമ്മുടെ അനിതാൻറ്റി കൊണ്ടുവന്ന കേക്ക്, അത് കൂടാതെ സനിക്കുട്ടൻ്റെയും ട്വിങ്കിളിൻ്റെയും വക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ്, ബർത്ത്ഡേയുടെയും ആനിവേഴ്സറിയുടെയും അതുപോലെ തന്നെ പിള്ളേർക്കുള്ള കുറേ ടോയ്സും എല്ലാം കൂടെ ആയിട്ടാണ് അവർ വന്നത്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത് ഇവിടുത്തെ ഒരു കാര്യമാണ് കേട്ടോ. എല്ലാവരും വർക്ക് ചെയ്യുന്നത് കാരണം ലീവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അടുത്താണെങ്കിൽ കൂടി ഒന്ന് മീറ്റ് ചെയ്യാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ ഉള്ള സമയം നോക്കി രണ്ടുപേരും ചാടി ഇറങ്ങിയതാണ്. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ നൈറ്റിലും കഴിച്ച് ഉറക്കമൊക്കെ ഇറങ്ങി നെക്സ്റ്റ് ഡേ രാവിലെ പള്ളിയിൽ പോയി. പള്ളി കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ എല്ലാം. അവിടെ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് ഇപ്പോൾ വിൻസർ കാസിലേക്കാണ്. സോ ഇവിടെ എന്താണെന്നല്ലേ, ഇവിടെ പറയാൻ വലിയൊരു കഥ തന്നെയുണ്ട്. ഞാൻ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെയും പ്രോമിസ് ചെയ്തതുപോലെ തന്നെ വേറൊരാൾക്കും കൂടെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷെറിൻ്റെ പിള്ളേർക്ക് ട്വിൻസും ഉണ്ടായിരുന്നു, ട്വിൻസിൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ആ 3 പേരെയും ഇവിടുത്തെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിലെ 3 പേരെയും ലെവിക്കുണ്ണിയും കൂടെ ചേർത്തിട്ട് ഒരു ഔട്ടിങ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഔട്ടിങ് പോകണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ വെതറിൻ്റെ ഒരു പ്രോബ്ലം അതെപ്പം വേണമെങ്കിലും മാറുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു ഇൻഡോർ ആക്ടിവിറ്റി തപ്പി വിൻസലിലാണ് ഞങ്ങൾ എത്തിയത്. പിള്ളേരെ എല്ലാവരെയും കൊണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു ലെഷർ സെൻ്ററാണ്, അടിപൊളിയാണ്. ഇതും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പലയിടങ്ങളിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു വിൻസലിലെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആണെന്ന്. ഹലോ, ഹായ് ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണ്? ട്വിങ്കിളി വിൻസർ ലെഷർ പാർക്കോ സെൻട്രൽ. അതെ, പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പിള്ളേരെയും കൊണ്ട് നേരത്തെ അച്ചു, ഡാഡിയും സനിക്കുട്ടനും മമ്മിയും ഒക്കെ കയറി ഞങ്ങൾ അവർക്കുള്ള കുറച്ച് ഓറഞ്ച് ആയിട്ടാണ്. അത് തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി ആസ്വദിക്കാൻ വേണ്ടി കരുതി. കുറച്ച് കാറ്റ്, ഉള്ളിൽ നല്ല ചൂടാണ്. ചൂട് കാരണം കണ്ണൊക്കെ നീര്. ഇവിടെ തുറക്കാൻ പറ്റണില്ല വെയിൽ കാരണം. ഓറഞ്ച് പോയോ? അത് നനഞ്ഞ തുണികളെല്ലാം കൂടെ കവറിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി മമ്മി ലെവിക്കുട്ടിൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഷെറിൻ്റെ പിള്ളേരും ഉണ്ട്. അവർക്ക് ഞാൻ പണ്ട് പ്രോമിസ് ചെയ്താണ്. അപ്പോൾ ഇപ്പോഴാണ് നടത്താൻ പറ്റിയത്, കാരണം വെക്കേഷൻ ആവണമല്ലോ. അങ്ങനെ ഇവരിന്ന് തിരിച്ച് ഗ്രാന്തത്തോട്ടും പോവാണ്. ഒരു ദിവസമാണ് വെക്കേഷൻ കിട്ടിയിരിക്കുന്നത്, ഒരു ദിവസമാണ് ലീവ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ധൃതിയും ബസ്സിയൊക്കെ ആയത് കാരണം എന്തായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലെഷർ സെൻറ്റർ എവിടെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിൻസർ ലെഷർ ഫോക്കസ് വിൻസർ ലെഷർ ഫോക്കസ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് ആണ്, അതും കുട്ടികൾക്ക് ഈ സമ്മറിൽ കേട്ടോ. അടിപൊളിയാണ്. അതെ നമ്മൾക്കിപ്പോൾ വലിയൊരു വാട്ടർ തീം പാർക്കിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ അതെ, വേപ്പൂൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് 1/2 hour കൂടുമ്പോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. ഇതാണ് സംഭവം ഗൈസ്. ലൈഫിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് സാധിച്ചു കൊടുക്കണം. അങ്ങനെ ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വിൻസർ കാസിൽ നമ്മുടെ സനിക്കുട്ടനും ട്വിങ്കിളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മമ്മിയും ഡാഡിയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ വന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ വിൻസർ കാസിലേക്ക് വിട്ട് അവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഹാപ്പിയായി. സോ ട്വിങ്കിളും സനിക്കുട്ടനും ഇവിടുന്ന് പോകാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ക്രോയിഡിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോകാമെന്ന്. കാരണം നെക്സ്റ്റ് ഡേ അവർക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ക്രോയിഡിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അവർക്ക് ട്രെയിൻ ലേറ്റ് ആവുന്നത് കൊണ്ട് അവർ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി. നമ്മൾ നേരെ മാജിക് മസാലയിലേക്ക് വന്നു. അവിടുത്തെ കുറേ സ്പെഷ്യൽ ഫുഡുകൾ എന്താണ് അടിച്ച് കയറി വാ, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളി ടേസ്റ്റും ആയിരുന്നു. പ്രത്യേകിച്ച് ചിക്കൻ ലോലിപ്പോപ്പ് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും ഇച്ചുമണിയും കൂടെ ഇവരെ 3 പേരെയും കൊണ്ടുവിട്ടു ഷെറിൻ്റെ വീട്ടിൽ. അതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ലെവിക്കുട്ടൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ധൃതിയായിരുന്നു. ലെവിക്ക് ഈ പറഞ്ഞത്
പറഞ്ഞതുപോലെ നമ്മൾ എത്രയൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ്റെ ഫുഡ് വീട്ടിൽ വന്ന് കഴിക്കുമ്പോഴാണ് അവനൊരു സമാധാനം. അത് അപ്പച്ചനായിട്ടുള്ള ബഹളമാണ്. മുകളിൽ നിന്ന് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇടേണ്ട ഇഡ്ഡലിയുടെ അരി എടുക്കുകയാണ് ഇവർ രണ്ടുപേരും കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ പിന്നെയും ബിസിയാണ്. നമുക്ക് ഓണത്തിൻ്റെ ഷൂട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അഞ്ജലിയും കുട്ടിമാളുവിനെയും കാണുന്നത്. ചിന്നു ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ പ്രാവശ്യത്തെ 9 ബുട്ടീക്കിൻ്റെ ഷൂട്ട് നടത്തുന്നത്. ഓണം സ്പെഷ്യൽ ഷൂട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ഹെക്റ്റിക്കായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ 3 കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു പരുവമായി ഗൈസ്. അങ്ങനെ ഓണ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് വന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു ഡ്രസ്സും കൂടെ മാറ്റിയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ലെവിക്കൊണ്ട് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. എനിക്കിപ്പോൾ വൈൻഡപ്പ് പറയാനും ഈ പറയുന്നത് പോലെ വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കാനും പറ്റുന്നില്ല. ബിക്കോസ് ലെവി ഉണ്ടായത് കാരണമാണ്. ഞാൻ ലെവിക്ക് അങ്ങനെ സ്ക്രീൻ ടൈം കൊടുക്കാറില്ല കേട്ടോ. പണ്ട് തൊട്ടിട്ട്, ചെറുപ്പം തൊട്ടിട്ട്, അവൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടിട്ട്. ബിക്കോസ് അവൻ കരയാൻ നേരത്തോ അല്ലെങ്കിൽ അവന് ഫുഡ് കൊടുക്കാൻ നേരത്തോ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം ഇതിലാണല്ലോ. അപ്പോൾ അത് കൊടുക്കാതിരുന്ന് ഒന്ന് ട്രൈ ചെയ്യിപ്പിച്ചത്. പക്ഷെ അവനധികം ഇൻട്രസ്റ്റ് ഇല്ല. ഇടയ്ക്കൊക്കെ ചില സോങ്ങൊക്കെ കേൾക്കും. പക്ഷേ മാക്സിമം 1 അല്ലെങ്കിൽ 2. അത് കഴിയുമ്പോഴത്തേക്ക് അവന് കളിക്കാനുള്ള മൂഡാണ്. നമ്മൾ എന്താണോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ തന്നെ വരത്തുള്ളൂ കേട്ടോ. ഈവൻ ഫ്ലൈറ്റിൽ കയറാൻ നേരത്ത് മൊബൈലിൻ്റെ പരിപാടികളൊന്നും തന്നെ ഇല്ല. അല്ലാത്ത എൻ്റർടൈൻമെൻ്റ് ആണ്. അത് എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. അതെന്താണെന്നല്ലേ, അതെൻ്റെ ഹെയർ കട്ടിൻ്റെ വീഡിയോ ആണ്. ഞാൻ അതിൻ്റെ മുമ്പേ ആണ് പലതും എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഈ ഹെയർ കട്ടിൻ്റെ കളർ ഏതാണ്, എവിടെ നിന്നാണ് ചെയ്തത്, സോ എന്ത് കട്ടാണ്, എന്ത് കളറാണ് എന്നുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.